VU2 EVQ HF ലീനിയർ ബോർഡിൽ ഞാൻ അസംബിൾ ചെയ്തപ്പോൾ ഷോർട്ട് വന്നായിട്ട് കഴിഞ്ഞ ദിവസം പറയുന്നു. അപ്പോൾ 2 മോസ്ഫെറ്റ് എടുത്ത് മാറ്റി, പിന്നെ 2 തെർമറ്റ് പ്രീസെറ്റ് പൊട്ടൻഷ്യോമീറ്റർ എടുത്ത് മാറ്റി. എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി, അപ്പോഴും അതാ ഷോർട്ട് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് പറിച്ചെടുക്കണം എന്നാണ് ഹാം റേഡിയോ ഫ്രണ്ട്സ് ബാൻഡിൽ പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ VU2 EVQനെ നിന്ന് വിളിച്ചു. അപ്പോൾ VU2 EVQ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന് 2 ഭാഗമാണ് സർക്യൂട്ടിനുള്ളത്. ഒന്ന് ഈ RF ചോക്ക് വരുന്ന ആ ഭാഗം. അപ്പോൾ RF ചോക്ക് ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഷോർട്ട് ഉണ്ടെങ്കിൽ പോവും. ഇല്ലെങ്കിൽ പിന്നെ നോക്കേണ്ടത് റെഗുലേറ്റർ ICs ഉള്ള ഭാഗമാണ്. അപ്പോൾ അങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം RF ചോക്കിൻ്റെ ഒരു ഭാഗം ഡിസ്കണക്റ്റ് ചെയ്തു. അതായത് റെയിലിലേക്ക് പോണ ഭാഗം ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ വേറെ വിട്ട് നിൽക്കണത് കാണാൻ പറ്റും. അപ്പോൾ ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കണം കറണ്ട് എത്ര എടുക്കുന്നുണ്ട് എന്നറിയാൻ, ഷോർട്ട് പോയോ എന്നറിയാൻ. RF ചോക്കിൻ്റെ ഒരു ഭാഗം ഡിസ്കണക്ട് ചെയ്തിട്ട് രണ്ടാമതും എത്ര കറണ്ട് ആംപ്ലിഫയർ ബോർഡ് എടുക്കുന്നുണ്ടെന്നാണ് ഈ നോക്കുന്നത്. അപ്പോൾ അത് നല്ല കറണ്ട് എടുക്കുന്നുണ്ട്. 250 mA റേഞ്ചിലായിട്ടിരിക്കണേ, ഫുൾ സ്കെയിലിൽ കൂടുതൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൽ 3.1 മൈക്രോഫാരഡ് കപ്പാസിറ്റേഴ്സ് ഉണ്ട് സെറാമിക്. അപ്പോൾ അത് വലിയ അത്യാവശ്യമില്ല എന്ന് VU2 EVQ പറഞ്ഞിരുന്നതുകൊണ്ട് ഞാൻ അത് 3 അങ്ങോട്ട് മാറ്റി. എന്നിട്ട് ചെക്ക് ചെയ്തപ്പോഴും ഷോർട്ട് അവിടെ തന്നെ ഉണ്ട്. പിന്നെ റെഗുലേറ്റർ IC 7805 5 വോൾട്ടിനുള്ളത്, അത് ബയസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, അതെടുത്ത് മാറ്റി. എല്ലാം ഡീസോൾഡർ ചെയ്തിട്ടാണ് മാറ്റുന്നത്. അത് മാറ്റി കഴിഞ്ഞപ്പോഴും ഷോർട്ട് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് 7812 IC ആണ് 12 വോൾട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും എടുത്ത് മാറ്റി. ഇതെടുത്ത് മാറ്റി കഴിഞ്ഞിട്ടാണ് പിന്നത്തെ ടെസ്റ്റിങ്. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യണ പോലൊരു ഇഫക്റ്റ് കണ്ടു എനിക്ക്. അതായത് ഷോർട്ടല്ല. അപ്പോൾ അത് സംശയം തീർക്കാനാണ് ഞാൻ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പവർ സപ്ലൈ വയറുകൾ തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് അത് രണ്ടാമത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആദ്യം അത് കണക്ട് ചെയ്ത ഉടനെ ഒന്ന് കുറച്ച് കറണ്ട് കാണിക്കും. പിന്നെ ഇതാ ഞാൻ ആ കപ്പാസിറ്ററുകൾ, ഇതിലൊരു 100 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഉണ്ട്, അതിൽ ചാർജ് കയറുന്നതാണെന്നുള്ള കണക്കിൽ ഇതാന്ന് നോക്കിയോ, കണ്ടോ? ആദ്യം ഒരു കറണ്ട് കാണിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ഇല്ല. 2.5 mA റേഞ്ചിലിട്ടിട്ടാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാര്യമായിട്ട് കറണ്ടൊന്നും ഷോർട്ട് ഇല്ല എന്ന് മനസ്സിലായി ഇപ്പോൾ. എന്നിട്ട് പുതിയ റെഗുലേറ്റർ ICകളെടുത്തു, പഴയത് കളഞ്ഞു. എന്നിട്ട് 2 ഫിറ്റ് ചെയ്തു. അത് ഫിറ്റ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം ഫിറ്റ് ചെയ്തിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു ഷോർട്ട് ഉണ്ടോ എന്ന് അറിയാൻ. അപ്പോൾ ഇത് വീണ്ടും ഫിറ്റ് ചെയ്ത ശേഷം നോക്കുന്നതാണ്. പിന്നെ ഇത് നോക്കിയത് അതിൻ്റെ എർത്ത് കണക്ഷനിലേക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ 2 ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വലിയ ഷോർട്ടൊന്നും ഇല്ല എന്ന് മനസ്സിലായി. കുറച്ച് കറണ്ട് എടുക്കുന്നുണ്ട്. പിന്നെ RF ചോക്ക് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആദ്യം ഡിസ്കണക്ട് ചെയ്ത് അത് തിരിച്ച് സോൾഡർ ചെയ്തു. എല്ലാറ്റിനും 100 വാട്ട് സോൾഡർ ഓൺ ആയാലും തന്നെ വേണ്ടി വന്നു. എൻ്റെ 60 വാട്ടിൻ്റെ കയ്യിലുകൊണ്ടൊന്നും നടന്നില്ല, കാരണം ഡീസോൾഡറിങ്ങും റീസോൾഡറിങ്ങും എപ്പോഴും ബുദ്ധിമുട്ടാണല്ലോ. എന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ കറണ്ട് എടുക്കുന്നുണ്ട്. അത് പിന്നെ പ്രതീക്ഷിക്കാം, വേറൊരു സർക്യൂട്ടും കൂടെ വന്നല്ലോ. അപ്പോൾ ഏകദേശം ഷോർട്ട് ഒഴിവായി എന്ന് എനിക്കൊരു സമാധാനമുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ സെർമറ്റ് പൊട്ടൻഷ്യോമീറ്ററുകൾ ഞാൻ ഇനി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം മൾട്ടി ടേൺ ഒരു റെക്റ്റാങ്കുലർ ക്യൂബോയിഡ് ഷേപ്പിലുള്ള പൊട്ടൻഷ്യോമീറ്റേഴ്സ് ഉണ്ട്. അത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മോസ്ഫെറ്റ് കണക്ട് ചെയ്യണം, അതും പുതിയതെടുത്ത് നോക്കാമെന്നാണ് വിചാരിക്കണേ. പഴയത് കുഴപ്പമൊന്നും കണ്ടില്ലെങ്കിലും പുതിയതെടുത്ത് നോക്കാം. പിന്നെ ഹീറ്റ് സിങ്കിൽ ദ്വാരം ഉണ്ടാക്കി ഹീറ്റ് സിങ്ക് കോമ്പൗണ്ടൊക്കെ വെച്ച് ഫിറ്റ് ചെയ്യണം. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ട് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. നല്ലോണം പണിയുണ്ട്, എന്നാലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഇപ്പോൾ.